الله أكبر الله أكبر الله أكبر لا إله إلا الله الله أكبر الله أكبر ولله الحمد. ഹിദായത്ത് 20 സ്ക്വയർ പെട്ടു അദ്ദേഹത്തിലും കുടുംബത്തിലും അല്ലാഹു തആല ബറക്കത്തും സന്തോഷവും പ്രദാനം ചെയ്യുമാറാവട്ടെ. കുഞ്ഞഹമ്മദ് ആജി അവറുകളെ 25 സ്ക്വയർ ഫീറ്റും വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. റബ്ബ് തആല അദ്ദേഹത്തിലും അദ്ദേഹത്തിന്റെ കുടുംബത്തിലും ബറക്കത്ത് ചെയ്യുമാറാവട്ടെ. ആഫിയത്തും സന്തോഷവും എല്ലാവർക്കും അല്ലാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്ലാഹു റാഹത്തും സന്തോഷവും അല്ലാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. മുഹമ്മദ് അലി 25 സ്ക്വയർ ഫീറ്റ് അദ്ദേഹത്തിലും കുടുംബത്തിലും അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാവട്ടെ. ഈ സവാബ് എത്തിച്ചുകൊണ്ട് അല്ലാഹു നമ്മുടെ ജമാഅത്ത് അധ്യക്ഷൻ ബഹുമാനപ്പെട്ട ഇസ്മായിൽ ഹാജി അവറുകളെ 50 സ്ക്വയർ ഫീറ്റും വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അല്ലാഹു തആല അദ്ദേഹത്തിലും കുടുംബത്തിലും അല്ലാഹു ബർക്കത്തും സന്തോഷവും പ്രദാനം ചെയ്യുമാറാവട്ടെ. 50 ಸ್ಕ್ವೇರ್ ಫೀಟು ಪ್ರದಾನ ಮಾಡುವಟ್ಟೆ. ನಮ್ಮೊಂದಿಗೆ ಪ್ರಾಸ್ತಾವಿಕ ಭಾಷಣವನ್ನ ಮಾಡಲು ನಮ್ಮ ಉರುಸ್ ಸಮಿತಿಯ ಗೌರವಾಧ್ಯಕ್ಷರಾದಂತಹ CA ಅಬ್ದುಲ್ ಮಜೀದ್ ಹಾಜಿ ಅವರನ್ನು ನಾನು ಪ್ರೀತಿಪೂರ್ವಕವಾಗಿ ನಾನು ಪೋಡಿಯಂಗೆ ಆಹ್ವಾನಿಸ್ತಾ ಇದ್ದೇನೆ. ಹಾಜಿ ಅವರು ನಿಮ್ಮ ಮುಂದೆ. ಅಲ್ಹಮ್ದುಲಿಲ್ಲಾಹಿ ರಬ್ಬಿಲ್ ಆಲಮೀನ್ ವಸ್ಸಲಾತು ವಸ್ಸಲಾಮು ಅಲಾ ಸಯ್ಯಿದಿನಾ ಮುಹಮ್ಮದ್ ನಬಿಯ ಅಲೈಹಿ ವಸಲ್ಲಂ ವಸಲ್ಲಂ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنا فتحنا لك فتحا مبينا ليغفر الله ما تقدم وتأخر وما تقدم وما تأخر. ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകളെ, സ്റ്റേജിൽ ഇരിക്കുന്ന നേതാക്കളെ, കൂടിയ സ്നേഹിതന്മാരെ, ഒരു പ്രസംഗത്തിൻ്റെ ആവശ്യം ഇപ്പോൾ തോന്നുന്നില്ല. കാരണം ഇവിടെയുള്ള നാട്ടുകാർക്ക് മുഴുവനും നമ്മളെ പള്ളിയും ദർഗയും മദ്രസയുടെ ഇവിടുത്തെ ദീനിയായ സ്ഥാപനത്തിന്റെ എല്ലാ ഹിസ്റ്ററിയും എല്ലാവർക്കും അറിയുന്നതാണ്. ഇതൊരു ഇന്നോ ഇന്നലെയോ അല്ല, ഒരു 10-50 വർഷം മുമ്പുണ്ടായ പള്ളിയോ ദർഗ ഒന്നുമല്ല. നമ്മുടെ ഹിരിയന്മാർ എത്രയോ 700 വർഷത്തിന് മുമ്പുള്ള ഹിസ്റ്ററിയാണ് നമ്മുടെ ഈ പള്ളിൻ്റെതും ദർഗൻ്റെതുമുള്ള ഹിസ്റ്ററി. ഇത് ഇവിടെ നിന്ന് നടത്തപ്പെടുന്ന 3 കൊല്ലത്തെ ഉറൂസുകളെ നമ്മൾ പറക്കുന്നതിന് മുമ്പ് തന്നെ ഇത് നടന്നുകൊണ്ട് വന്നുകൊണ്ടുണ്ട്. എല്ലാ 3 കൊല്ലത്തിലും ഒരു പ്രാവശ്യം ഈ ഉറൂസ് പരിപാടികൾ നടന്നുകൊണ്ട് അൽഹംദുലില്ലാഹ്. നേരത്തെ സ്വാഗത പ്രസംഗത്തിൽ നമ്മളുടെ മുദരിസ് ഉസ്താദ് പറഞ്ഞ പോലെ ശംസുൽ ഉലമയും കന്യത്ത് ഉസ്താദും അതുപോലെ സയ്യിദുന താജുൽ ഉലമയും അതുപോലുള്ള വലിയ വലിയ നേതാക്കന്മാരെല്ലാം AP ഉസ്താദും അതുപോലുള്ള ഖലീൽ തങ്ങൾ ഇതുപോലുള്ള വലിയ വലിയ നേതാക്കളും ഇവിടെ വന്ന് പ്രസംഗിക്കുകയും ഈ ഉറൂസ് പരിപാടി സമാപനവും ഉദ്ഘാടനവും ചെയ്ത് ആ പരമ്പരയാണ് നമുക്കുള്ളത്. ഇവിടെ നോക്കുകയാണ്, പണ്ട് കാലത്ത് ഇവിടെയുള്ള അവസ്ഥകളെല്ലാം നോക്കുകയാണെങ്കിൽ വളരെ പാവപ്പെട്ട കുടുംബവും വളരെ ബുദ്ധിമുട്ടായിട്ടുണ്ടായിരുന്നു ഈ ജമാഅത്ത് പള്ളിയും മദ്രസകളും എല്ലാം നടന്നത്. നമ്മുടെ നാട്ടിലൊരു പരിപാടി ഉണ്ടായി, പിടിയരി. ഈ പിടിയരി ഓരോ വീട്ടിൽ നിന്ന് കറക്റ്റാക്കിക്കൊണ്ട് അത് പൂർത്തിയാക്കി മാസാകുമ്പോ അതിനും കിട്ടുന്ന പൈസയിലായിരുന്നു ശമ്പളവും മറ്റുള്ളതെല്ലാം കൊടുത്തോണ്ടായത്. അതിന് പോയി കണ്ട അവിടുത്തെ നാട്ടിന്റെ മുഖ്തസർമാരായുള്ള ഇവിടെ പണ്ട് കാലത്ത് മുഖ്തസറായിരുന്ന അധ്യക്ഷൻ പ്രസിഡന്റ് വന്ന് കുറെ കാലത്തിന് ശേഷമാണ് ആദ്യം മുഖ്തസർ റൂളിലായിരുന്നു ഉണ്ടായത്. ഒരു മുഖ്തസറും കുറച്ചാളും കൂടിയിട്ട് ആ പള്ളി നടത്തും. പുതിയവരെ സേകരിച്ച കുറെ കാലം മുഖ്തസറായിട്ട് ഇവിടെ ഉണ്ടായിരുന്നു. ഈ പള്ളിന്റെ അടുത്ത് നടത്തിക്കൊണ്ടായിരുന്നു. അതിന്റെ ശേഷം പിന്നെ പ്രസിഡന്റ് അധ്യക്ഷൻ ആ കമ്മിറ്റിയുമായി വന്നു. അതില് ബഹുമാനപ്പെട്ട ഇസ്മായിൽ ഹാജി സാഹിബ് 35 കൊല്ലം ഇവിടെ പ്രസിഡന്റായി ഈ കമ്മിറ്റി മുൻവരികയും ആ കാലങ്ങളെല്ലാം ഉറൂസുകളും എല്ലാ പരിപാടികളും മൗലൂദും എല്ലാം ഇവിടെ നടന്നുകൊണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇവിടെ നമ്മുടെ പാരമ്പര്യം, നമ്മുടെ ഇവിടെ ഉസ്താദന്മാരും
ബഹുമാനപ്പെട്ട അബൂക്കർ ഉസ്താദ്, നമ്മുടെ ചെറിയ ഉസ്താദ് 35 കൊല്ലം ഇവിടെ ഈ പള്ളിയിലെയും ഖതീബായി സേവ ചെയ്തു. ഇദ്ദിച്ച, പിന്നെ ചക്കിനൽ കുട്ടിത്തിരു മൊയ്ജിൻച, അതുപോലെ നമ്മുടെ സൂപ്പിച്ച GM അസൈനാർ, ഇങ്ങനെയുള്ള കുറെ നേതാക്കന്മാരെല്ലാം ഈ കമ്മിറ്റിയിൽ ഉണ്ടാവുകയും ഇവിടേക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും അവർ ചെയ്തുകൊണ്ടായിരുന്നു. അൽഹംദുലില്ലാഹ് ഇന്നും നമ്മുടെ ഈ നാട് നല്ല ഒരു നിലയിൽ വന്നിട്ടുണ്ട്. എന്നിരുന്നാലും 700 കൊല്ലം ഹിസ്റ്ററിയുള്ള ഈ നാട്ടിലേക്ക് ഒരു പെർമനന്റ് ആയിട്ടുള്ള ഇൻകം സോഴ്സസ് ഇല്ലാത്തത് വളരെ വേജാറുള്ള വിഷയമാണ്. കാരണം ഇത്രയും ആൾക്കാർ ഗൾഫിലും ഉണ്ടായിട്ടും നാട്ടിലും ഉണ്ടായിട്ടും ആരും തന്നെ ഈ ഒന്തികല്ലാതെ ഈ പള്ളിനെ എങ്ങനെ നടത്തിക്കൊണ്ട് വരണം എന്ന് പറഞ്ഞ് പല കൈകൊണ്ട് ജിഫ്രി തങ്ങളെ കൈകൊണ്ട് ഇന്ന് അത് ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തു, പ്രകാശനം ചെയ്യുകയും ചെയ്തു. ഇനി നമ്മളുള്ള എല്ലാവരോരുത്തരും കർത്തവ്യമാണ് നമ്മുടെ മക്കളോടും നമ്മുടെ കുടുംബത്തിനോടും നമ്മുടെ സ്നേഹിതരോടും എല്ലാം നമ്മൾ പറഞ്ഞ് ആ ഒരു പദ്ധതിയെ പൂർത്തീകരിക്കുക. അത് ഏകദേശം 95,500 സ്ക്വയർ ഫീറ്റ് ആണ് ടോട്ടൽ. 12 ഫ്ലാറ്റ് ആണ് നേരത്തെ പറഞ്ഞ പോലെ. ഗ്രൗണ്ട് ഫ്ലോർ 6ഉം ഫസ്റ്റ് ഫ്ലോർ 6ഉം. ഒരു ഫ്ലാറ്റിന് 10 ലക്ഷം റുപ്യാണ് വരുന്നത്. ഈ 10 ലക്ഷത്തിന്റെ ഈ 12 ഫ്ലാറ്റ് നമ്മൾ നിർമ്മിച്ചു കഴിഞ്ഞതിന്റെ ശേഷം ഇത് റെഡിയായിട്ട് ഇതിന് വാടക കൊടുത്തതിന് ശേഷം അൽഹംദുലില്ലാഹ് പിന്നെ നമുക്ക് അള്ളാഹുവിന്റെ ഈ പള്ളിനെ പറ്റി കൂടുതൽ ശമ്പളത്തിനോ കറണ്ട് ബില്ലിലേക്കോ മറ്റുള്ള ചെലവിലേക്കോ ഒന്നും ചിന്തിക്കാനില്ല. കാരണം അതിൽ നിന്ന് നമുക്ക് ഒരു നല്ല ഒരു വാടക നമുക്ക് വന്നുകൊണ്ടുണ്ടാവും. അത് കാലകാലം ഖിയാമത്തോളം ഇങ്ങനെ പോകും. ഇനിയും അതിന്റെ ശേഷം കുറെ ബിൽഡിങ്ങുകളെല്ലാം വരും. ആദ്യമായിട്ട് ഇതിലാണ് എല്ലാവരും ഉറൂസിലേക്കും മറ്റുള്ള ഈ ഫണ്ടിലേക്കും എല്ലാവരും നല്ലോണം ഉത്സാഹിക്കണം. എല്ലാവരും കർത്തവ്യം കാണണം. ഇത് സദഖത്തുൻ ജാരിയാണ്. നമ്മൾ മരിച്ച് നമ്മൾ ഖബറിൽ കിടക്കുന്ന കാലം മുഴുവനും നമുക്ക് അതിന്റെ ഫലം കിട്ടിക്കൊണ്ടുണ്ടാവും. കാരണം അത് നമ്മൾ അള്ളാഹുവിന്റെ പള്ളിക്ക് വേണ്ടി കൊടുക്കുന്നതാണ്. അള്ളാഹുവിന്റെ പള്ളിയിൽ നടക്കുന്ന മുതഅല്ലിമീങ്ങളും ഉസ്താദന്മാരും ഖതീബും മുക്രിക്കും ഉള്ള ശമ്പളവും കറണ്ട് ബില്ലും മറ്റുള്ളത്. ഇപ്പൊ ചില കറണ്ട് ബില്ല് നമ്മുടെ പള്ളിയിലേക്ക് അൽഹംദുലില്ലാഹ് ഒരാൾ 2-3-4 കൊല്ലമായിട്ട് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് അത് ഇൻഷാ അല്ലാഹ് കണ്ടിന്യൂ. പക്ഷേ ഇനി വരുന്ന തലമുറക്ക് നമുക്കിതൊരു ഇതിന്റെ മുമ്പുള്ള നാട്ടുകാരെ ജമാഅത്ത് കമ്മിറ്റി കൂടിയിട്ട് ഇന്നിപ്പോ പ്രസിഡന്റ് ആയിട്ടുള്ളത് ഇസ്മായിൽ ഹാജിയാണ് കൊപ്പളം. ആ ഇസ്മായിൽ ഹാജിന്റെ നേതൃത്വത്തിൽ ഇപ്പോൾ ഒരു കമ്മിറ്റി മുന്നോട്ട് പോയി ഇതിനുള്ള കണക്ഷനുകളെല്ലാം ചെയ്ത് ഇതൊന്ന് ചെയ്ത് കിട്ടിയാൽ നമുക്ക് എല്ലാവർക്കും അൽഹംദുലില്ലാഹ് വളരെ റാഹത്തായിട്ട് മരിച്ചുപോയാലും പിന്നെ ബേജാറില്ല. കാരണം ഈ ഒന്തികളും ഈ ഡൊനേഷനും പോയി കേട്ടിക്കെടുത്തത് മടിയാണ്. അതുകൊണ്ട് ഇതിനു വേണ്ടി എല്ലാവരും ഇതാക്കണം, സഹകരിക്കണം. പിന്നെ നമ്മുടെ നാട്ടിലെ ഈ ഉറൂസിന്റെ പരിപാടി ഇന്ന് ഇത്ര വലിയ മഹാനാണ് വന്നത്. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പ്രസിഡന്റ് നമ്മളെ സൽക്കാരം കേട്ട് വരുമ്പോൾ നമ്മൾ എത്ര പേരാണ് ഇവിടെ വന്നിട്ടുള്ളത്. ആദ്യത്തെ ദിവസം നമ്മളെ എല്ലാ ബിസിനസ്സുകളും നമ്മളെ എല്ലാ പരിപാടികളും ഒഴിച്ചു വെച്ച് 10-11 ദിവസം നമ്മൾ അള്ളാഹുവിന്റെ വജീഹിന് വേണ്ടി നമ്മൾ അവിടത്തേക്ക് നേർച്ചയാക്കണം, കൊടുക്കണം. നമ്മൾ പൈസ കൊടുക്കേണ്ട, നമ്മളെ മുഖം ഒന്ന് കാണിച്ചു കൊടുത്ത് നമ്മൾ എത്രത്തോളം നമ്മൾ ആളെ കൂട്ടുന്നു അത്രത്തോളം അള്ളാഹുവിന്റെ റഹ്മത്ത് നമ്മളിലേക്ക് വരും. കാരണം ഒരു സദസ്സിനെ അലങ്കരിച്ചാൽ ഈ സദസ് എന്താണ്? ഈ സദസ് സാധാരണ നിങ്ങളുടെ പൊളിറ്റിക്സ് സദസ് ഒന്നുമല്ല. മജ്ലിസുൽ ഇൽമി റൗളത്തുൻ മിൻ റിയാദിൽ ജന്ന. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ രണ്ടേ മജ്ലിസുള്ള സ്വർഗ്ഗത്തിന്റെ തോപ്പ്. ഒന്ന് മദീനത്തുള്ള റൗളയിലുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പറിനെയും മദീനത്ത് മിമ്പറിന്റെയും മഖ്ബറിന്റെയും ഇടയിലുള്ള ഒരു സ്ഥലമാണ് സ്വർഗ്ഗത്തോപ്പ്. അത് എല്ലാ സമയത്തും സ്വർഗ്ഗത്തോപ്പാണ്. പിന്നെ ഇവിടെ നമ്മൾ സംഘടിപ്പിക്കുന്ന ഇൽമിന്റെ മജ്ലിസ്, ഈ 11 ദിവസം കൊണ്ട് നമുക്ക് എന്തെല്ലാം നേടിയെടുക്കാൻ പറ്റും, എന്തെല്ലാം അറിയാത്തത് അറിയാൻ പറ്റും, പഠിക്കാൻ പറ്റും. ഈ സദസ്സിൽ കൂടി തന്നാൽ നമുക്ക് എത്ര സവാബാണ്. അത് എപ്പോൾ നമുക്ക് മനസ്സിലായി? നമ്മളെ ഖബറിലേക്ക് പോകുമ്പോൾ മാത്രം നമുക്ക് കിട്ടുന്ന പ്ലസ് പോയിന്റുകളെല്ലാം നമ്മൾ നമ്മുടെ ജീവിതത്തിൽ അതിനെ കറക്റ്റ് ആക്കാൻ നോക്കണം. വരുന്ന ഉസ്താദന്മാരെ സന്തോഷിപ്പിച്ചാൽ അള്ളാഹു നമ്മളെ സന്തോഷിപ്പിക്കും. അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മളെ കൂട്ടട്ടെ. ഇനി വരുന്ന ദിവസങ്ങളെല്ലാം നമ്മളെ ഫുൾ ആര് വരട്ടി നമുക്ക് ദീനിയായ സുന്നത്ത് ജമാഅത്തിന്റെ ഇൽമുകൾ ഇവിടെ കിട്ടുന്നു. അതിലേക്ക് എല്ലാവരും ഒന്നായിട്ട് ഒരൊറ്റ മനസ്സുകൂടി ഇവിടെ വന്ന് ഈ ഉറൂസ് പരിപാടിയും വളരെ വിജയിപ്പിക്കണം. ಸಂಕ್ಷಿಪ್ತವಾಗಿ ಜಮಾತ್ ಮತ್ತು ನಮ್ಮ ಕಾರ್ಯಾಲಯದ ಬಗ್ಗೆ, ಅದೇ ಪ್ರಕಾರ ನಾವು ನಿರ್ಮಿಸುವಂತಹ ಕನಸಿನ ನಿರ್ಮಾಣದ ಬಗ್ಗೆ ಸಂಕ್ಷಿಪ್ತವಾಗಿ ನಮ್ಮವರಿಗೆ ಮಾತಾಡಿದಂತ ನಮ್ಮ ಆತ್ಮೀಯರು, ನಮ್ಮ ಹಿರಿಯರು ಆದಂತಹ ನಮ್ಮ ಉರುಸ್ ಸಮಿತಿಯ ಗೌರವ ಅಧ್ಯಕ್ಷರು ಆದಂತಹ
ಜನಾಬ್ ಅಬ್ದುಲ್ ಮಜೀದ್ ಸಿ ಅವರಿಗೆ ನಾವು ಧನ್ಯವಾದಗಳನ್ನ ಅರ್ಪಿಸ್ತಾ ಇದ್ದೇವೆ. ಮುಂದೆ ಕಿನ್ಯಾರ್ ರೇಂಜ್ನ ಅಧ್ಯಕ್ಷರಾದಂತ ಮುಸ್ತಫಾ ಫೈಜಿ ಅವರು ನಮ್ಮ ಎದುರುಗಡೆ ಇದ್ದಾರೆ. ದಯವಿಟ್ಟು ಅವರು ವೇದಿಕೆಗೆ ಬರಬೇಕು. നമ്മുടെ എളിയ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് ഇവിടെ എത്തിയ ബഹുമാനപ്പെട്ട അൻവർ അലി ഉദവി ഉസ്താദ് അവർ നമുക്ക് വേണ്ടുന്ന രീതിയിൽ പ്രഭാഷണം നടത്തിത്തരം വലിയ നല്ല പ്രഭാഷകനാണ് എന്ന് പ്രത്യേകം എല്ലാവരുടെയും ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. അതോടൊപ്പം നമ്മുടെ അതിഥികളായി ഒരുപാട് ആളുകൾ നമ്മളെ എളിയ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മുടെ ഉദ്യാവരത്തെ അൽ റഷാദിയ വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ കരുത്തരായ അധ്യക്ഷൻ ബഹുമാനപ്പെട്ട ഇബ്രാഹിം ഉമർ ഹാജി അവർകൾ അടക്കമുള്ള ഒരുപാട് ആളുകൾ നമ്മളെ വലിയ ക്ഷണം സ്വീകരിച്ചുകൊണ്ടൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. വലിയ സന്തോഷമാണ്. ബഹുമാനപ്പെട്ട നമ്മുടെ ആദരണീയനായ അത്താവുള്ള തങ്ങളോടൊപ്പം ഇബ്രാഹിം ഹാജിയും എത്തി. വലിയ സന്തോഷമുണ്ട്. നാട്ടിന്റെ സന്തോഷമെല്ലാം അറിയിക്കുകയാണ്. അതോടൊപ്പം സയ്യിദുൽ ഉലമയെ ഇരുത്തിക്കൊണ്ട് ഒരു നീണ്ട സ്വാഗത ഭാഷണം നടത്തുന്നത് സയ്യിദുൽ ഉലമയുടെ വിലപ്പെട്ട ആ സമയം നമ്മള് കവരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നേരത്തെ നമ്മുടെ വേദിയിൽ ഒരുപാട് ആളുകളുണ്ട്, ഉലമാക്കളുണ്ട്, അതുപോലെ തന്നെ ഉമറാക്കളുണ്ട്. സദസ്സിൽ ഒരുപാട് ആളുകളുണ്ട്, ഉലമാക്കളുണ്ട്, ഉമറാക്കളുണ്ട്, നേതാക്കളുണ്ട്. ഈ നാട്ടിലെ ജമാഅത്തിലെ നല്ലവരായ ഒരുപാട് ആളുകളുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ സഹോദരിമാരൊക്കെയുമുണ്ട്. ഇനി അറിയിക്കാനുള്ളത് നമ്മുടെ ഉസ്താദിന്റെ പ്രഭാഷണത്തിന്റെ ഇടയിൽ പിന്നെ നേരത്തെ ഓർമ്മപ്പെടുത്തി നമ്മുടെ ജമാഅത്തിന്റെ വിലപ്പെട്ട ഒരു വരുമാനത്തിന്റെ ഒരു ഭാഗമാണ് സയ്യിദുൽ ഉലമ 3D നൽകിക്കൊണ്ട് പ്രകാശനം നടത്തിയത്. അതിനെ മനസ്സിൽ വെച്ചുകൊണ്ട് എല്ലാവരും അതിലേക്ക് കഴിയുന്ന രീതിയിലുള്ള സഹകരണങ്ങൾ എല്ലാവരിൽ നിന്നും ഉണ്ടാവണം. അതേപോലെ തന്നെ നമ്മുടെ ഉറൂസിന്റെ പരിപാടിയോട് അനുബന്ധിച്ചുകൊണ്ട് 1 കിൻഡല് അരി 1 ആട് എന്നുള്ള ആ പരിപാടി അത് എല്ലാവരും ഏറ്റെടുത്തുകൊണ്ട് നമ്മുടെ ഉറൂസിന്റെ പരിപാടി വിജയിപ്പിക്കണം എന്ന് പ്രത്യേകം എല്ലാവരോടും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് വളരെ വിനയ ആദരവോടുകൂടെ ബഹുമാനപ്പെട്ട ഉദവി ഉസ്താദ് അവരുടെ പ്രഭാഷണത്തിന് വേണ്ടി ക്ഷണിച്ചോളൂ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. أعوذ بكلمات الله التامات من كل شيطان وهامة ومن كل عين لامة. بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم. الحمد لله رب العالمين ونور الأبصار وضيائها وعلى آله وصحبه وسلم. كلما ذكره الذاكرون وغفل عن ذكره الغافلون. عدد ما في علم الله صلاة دائمة بدوام ملك الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ألا إن أولياء الله لا خوف عليهم ولا هم يحزنون. صدق الله العلي العظيم.
فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة. صدق رسول الله صلى الله عليه وسلم. ألف الأليف نظام مدح أعلى العليال أول السطور بسم الله بدأ القال قال لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله. أحمد الله مصليا مسلما على أحمد والآل والأصحاب من للآل آل لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله. بلغ المدح في أوصافه فما بلغ بالغ معشار ما أوتي بما في البال بال لا إله إلا الله. ശബ്ദത്തിൽ ചൊല്ലൂ പ്രിയപ്പെട്ടവരെ, ഒന്നുറക്കെ ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. താഹ ഖൽബി മുദ് അതൈതു വദിയന്ന ഖാഫമാ തബഉ ബിദാദി ത്വാഹ താലിയല്ലി താലി താൽ. ചൊല്ലൂ ലാ ഇലാഹ ഇല്ലല്ലാഹു. ഈ മഹനീയമായ സംഗമത്തിന് നേതൃത്വം നൽകുന്ന, ആമുഖമായി നമ്മെ അഭിസംബോധന ചെയ്ത് സംസാരിച്ച വളരെയേറെ ബഹുമാന്യരായ പണ്ഡിതൻ ബഹുമാനപ്പെട്ട ഇബ്രാഹിം ഫേലി ഉസ്താദ് അവറുകൾ ഈ മഹത്തായ സദസ്സിന് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന അഭിവന്ദരായ മജീദ് ഹാജി സാഹിബ്, ഇസ്മായിൽ ഹാജി സാഹിബ് അടക്കമുള്ള നമ്മുടെ മഹല്ലത്തിന്റെയും ജമാഅത്ത് കമ്മിറ്റിയുടെയും ഈ മഹത്തായ ഉറൂസ് പരിപാടിയുടെ സ്വാഗത സംഘ പരിപാടികളുടെയും ഒക്കെ നേതൃത്വം അലങ്കരിക്കുന്ന വളരെയേറെ ബഹുമാന്യരായ ഉമറാക്കൾ, ഈ മഹത്തായ സംഗമത്തിൽ സന്നിഹിതരായിട്ടുള്ള പണ്ഡിത സുഹൃത്തുക്കൾ, ഉസ്താദുമാർ, ഇതിന്റെ പരിസര പ്രദേശങ്ങളിലെ ദീനീയായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഓരോ നാട്ടിലെയും കാരണവന്മാർ, ഈ ജമാഅത്ത് കമ്മിറ്റിയുടെ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് പല മഹല്ലത്തുകളെയും കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രതിനിധീകരിച്ചുകൊണ്ട് ഈ സദസ്സിലേക്ക് കടന്നു വന്ന വളരെയേറെ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങൾ, എല്ലാറ്റിലും ഉപരിയായി ഈ മഹനീയമായ റജബ് മാസത്തിന്റെ പരിശുദ്ധമായ പരിപാവനമായ വെള്ളിയാഴ്ച രാവിൽ ഈ മഹത്തായ അനുഗ്രഹീതമായ മുബാറക്കായ ഹദറത്തിൽ ഈ ഇൽമിന്റെ മജ്ലിസിൽ ഒരുമിച്ച് കൂടിയിട്ടുള്ള വളരെയേറെ സ്നേഹം നിറഞ്ഞ സഹോദര സഹോദരിമാരെ, അഭിമതരായ സയ്യിദുൽ ഉലമാ തങ്ങൾ ഉസ്താദ് അവറുകൾ നേരത്തെ ഉദ്ഘാടന പ്രഭാഷണത്തിൽ വളരെയേറെ ഗഹനമായ ഒരുപാട് വിഷയങ്ങൾ നമ്മുടെ മുമ്പിൽ വെക്കുകയുണ്ടായി. എന്തിനു വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ആത്മീയ സംഗമങ്ങൾ എന്നും അള്ളാഹുവിന്റെ മഹാരഥന്മാരായ ഔലിയാക്കളെ അനുസ്മരിക്കുന്നത്, അവരുടെ മഹത്തായ ഉറൂസിന്റെ പരിപാടികളിൽ ഒരുമിച്ച് കൂടുന്നത്, അതിനെ വിജയിപ്പിക്കുന്നത്, അതുമായി സഹകരിക്കുന്നത്, അതിന് സേവനം ചെയ്യുന്നത് എത്രമാത്രം നമ്മുടെ ഈമാൻ അധികരിക്കാൻ കാരണമാകുന്ന സൽക്കർമ്മമാണ് എന്ന് ബഹുമാനപ്പെട്ടവർ നമ്മെ ഉണർത്തുകയുണ്ടായി. ഈ സദസ്സിലേക്ക് നമ്മൾ കടന്നു വന്നിരിക്കുന്നത് രാജാതിരാജനായ റബ്ബിന്റെ പൊരുത്തം തേടിയിട്ടാണ്. ഭൗതികമായ ലക്ഷ്യങ്ങൾ നമ്മുടെ മുമ്പിലില്ല. നമ്മുടെ നാട്ടിൽ വേറെയും ഒരുപാട് ആളുകളുണ്ടല്ലോ.
അവരിപ്പോൾ അനാവശ്യമായ പല കാര്യങ്ങളിലും അവരുടെ സമയം ചെലവഴിച്ചു കൊണ്ടിരിക്കുമ്പോ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഈ മഹനീയമായ ബറക്കത്തുള്ള ആത്മീയ സംഗമത്തിലേക്ക് കടന്നു വന്നവരാണ് നമ്മൾ. നമുക്ക് വേറെ ജോലിയില്ലാത്തത് കൊണ്ടല്ല, മറ്റു തിരക്കുകളില്ലാത്തത് കൊണ്ടല്ല, ഉറങ്ങാനും വിശ്രമിക്കാനും ഭക്ഷണം കഴിക്കാനും വീട്ടിലിരിക്കാനും നമുക്ക് ആഗ്രഹമില്ലാത്തത് കൊണ്ടല്ല. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീനിനു വേണ്ടി ജീവിതം സമർപ്പിച്ച മഹാരഥന്മാരായ ഔലിയാക്കൾ, അവരെ ഓർക്കുന്നത് പുണ്യമാണ് എന്നും അവരുടെ അനുസ്മരണം തെറ്റുകൾ പൊറുക്കാനുള്ള കഫാറത്താണ് എന്നും തിരിച്ചറിഞ്ഞ് ഈ മഹത്തായ മജ്‌ലിസിൽ അവരുടെ ഹദറത്തിൽ വെച്ച് അള്ളാഹുവിനോട് തേടുന്ന തേട്ടങ്ങൾ സ്വീകരിക്കപ്പെടുന്ന പ്രാർത്ഥനകളാണ് എന്ന വിശ്വാസത്തോടുകൂടി കടന്നു വന്നവരാണ് നമ്മൾ. ഈ സദസ്സിലേക്ക്, ഈ ഇൽമിന്റെ മഹത്തായ മജ്‌ലിസിലേക്ക് നാം എടുത്തുവെച്ച ഓരോ കാൽപ്പാടുകളും വർഷങ്ങളുടെ ഇബാദത്തുകളുടെ പ്രതിഫലം ലഭിക്കുന്ന അമലാണ് എന്ന് ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അല്ലാഹുവേ, ഈ സദസ്സിലേക്ക് നിങ്ങൾ കടന്നു വന്ന ഓരോ കാൽപ്പാടുകളും ഒരുപാട് കൊല്ലങ്ങളുടെ ഇബാദത്തിന്റെ പ്രതിഫലം ലഭിക്കുന്ന സൽക്കർമ്മമായി നീ കബൂലാക്കണേ തമ്പുരാനെ. ആഖിറത്തെ കുറിച്ച് നമുക്ക് ബോധം തരുന്ന, മരണത്തെക്കുറിച്ചുള്ള ചിന്ത നമ്മുടെ മനസ്സിലിട്ടു തരുന്ന മനോഹരമായ ഇൽമിന്റെ സദസ്സുകളിൽ നമ്മൾ ചെലവഴിക്കുന്ന ഓരോ സെക്കൻഡുകളും ഓരോ സാഅത്തുകളും ഖൈറും മിൻ അൽഫി റക്അ എന്നാണ് ഹബീബായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളത്. 1000 റക്അത്തുകളേക്കാൾ പുണ്യമാണ്. അല്ലാഹുവേ, ഈ സദസ്സിൽ ഞങ്ങൾ ചെലവഴിക്കുന്ന ഓരോ നിമിഷങ്ങളും ആയിരക്കണക്കിന് റക്അത്തുകളുടെ പുണ്യമായ സൽക്കർമ്മമായി ഞങ്ങളിൽ നിന്ന് കബൂലാക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, നിനക്ക് വേണ്ടി ജീവിച്ച, നിന്റെ പൊരുത്തത്തിലായി ജീവിതം സമർപ്പിച്ച നിന്റെ മഹാരഥന്മാരായ ഔലിയാക്കളോടുള്ള സ്നേഹം കൊണ്ട് കടന്നു വന്നവരാണ് ഞങ്ങൾ. അല്ലാഹുവേ, ഈ സദസ്സിൽ നിന്ന് ഞങ്ങൾ എഴുന്നേറ്റ് പോകുമ്പോഴേക്ക് സകല നന്മകളും സ്വീകരിക്കപ്പെട്ടവരായി, സകല തെറ്റുകളും പൊറുക്കപ്പെട്ടവരായി നീ ഞങ്ങളെ കബൂലാക്കണേ തമ്പുരാനെ. പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഞങ്ങളിൽ നിന്ന് പരിഹരിച്ചു തരണേ റബ്ബേ. കടങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്ക് അത് വീട്ടാനുള്ള വഴികൾ തുറന്നു കൊടുക്കണേ തമ്പുരാനെ. ജോലിയില്ലാത്തവർക്ക് ഖൈറായ ജോലികൾ കൊടുക്കണേ റബ്ബേ. അല്ലാഹുവേ, സദസ്സിൽ ആമീൻ പറയുന്നവര് ഖൽബിന്റെ അകത്തളങ്ങളിൽ എന്തെല്ലാം മുറാദുകളാണോ നിന്നോട് മനസ്സിന്റെ ഭാഷയിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ആ മുറാദുകളെല്ലാം നീ ഹാസിലാക്കി കൊടുക്കണേ തമ്പുരാനെ. പ്രിയപ്പെട്ടവരെ, അഭിവന്ദരായ സയ്യിദുൽ ഉലമാ തങ്ങൾ സ്ഥായിയായ ഒരു വരുമാനം ഇത്തരത്തിലുള്ള ദീനിയായ സംരംഭങ്ങൾക്ക് ഉണ്ടാക്കുക എന്നുള്ളത് കാലത്തിന്റെ ഒരു ആവശ്യമാണ്, അല്ലെങ്കിൽ അത്യാവശ്യമാണ്. നേരത്തെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടല്ലോ, ബഹുമാനപ്പെട്ട മജീദ് ഹാജി അവർകള് അതിവിടെ നേരത്തെ പറയുകയുണ്ടായി. ആ ഒരു വലിയ സ്വപ്നം ഇവിടെ പൂവണിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മസ്ജിദിന്റെയും മദ്രസയുടെയും ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ ഓരോ മാസങ്ങളിലും ആളുകളോട് പിരിവ് ചോദിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാവില്ല. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഓരോരുത്തരും ചിന്തിക്കുക, നമ്മുടെ ജമാഅത്താണ്, നമ്മുടെ പള്ളിയാണ്, ആ ദർജയിലേക്ക് എത്തുകയില്ല. അല്ലായിരുന്നെങ്കിൽ അത് ഖുർആനിനോടടുക്കമായിരുന്നേനെ. പിൽക്കാല പണ്ഡിതന്മാർ മനോഹരമായി വർണ്ണിച്ച ഒരുപാട് മഹത്തായ സതുപദേശങ്ങളെ കൊണ്ട്, മനുഷ്യന്റെ കൽവിനെ കൊണ്ട്, ചരിത്രങ്ങളെ കൊണ്ട്, കഥകളെ കൊണ്ട് സമ്പന്നമായ പ്രിയപ്പെട്ടവരെ, വളരെയേറെ മനോഹരമായ ഒരു കഥ നമ്മുടെ മുമ്പിൽ പറഞ്ഞു തരുന്നുണ്ട്. ഈ ദുനിയാവിനെ ഓരോരുത്തരും എങ്ങോ ദൂരം ലക്ഷ്യം കണ്ട് അവർ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നിടയിൽ അവരൊരു ദ്വീപ് കാണുകയാണ്. അങ്ങകലെ കടലിൽ ഒരു മനോഹരമായ ദ്വീപ്. ആളുകൾ കപ്പലിൽ ഇറങ്ങുകയാണ്. അങ്ങനെ ഈ കപ്പലിൽ നിന്ന് ദ്വീപിലേക്ക് ഇറങ്ങിയ ആളുകൾ പല വിഭാഗങ്ങളായി തിരിയുകയാണ്. അതിലെ ഒന്നാമത്തെ വിഭാഗം, അവര് ആ ദ്വീപ് ചെറിയ രീതിയിൽ ഒന്ന് ചുറ്റിക്കണ്ട് അതിന്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച്